ഹായ് നമസ്കാരം. എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം. ഞാനൊരു യാത്ര പോകാനിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ കണ്ട കാഴ്ചയാണ് എന്നെ ഞെട്ടിച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വെള്ളമടിച്ച് ബോധമില്ലാതെ കളിക്കുന്ന രംഗങ്ങളാണ് കണ്ടത്. ഞാൻ കാണുമ്പോൾ അവിടെ റെയിൽവേ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കെല്ലാം ഒരു പരിധിയുണ്ട് ചെയ്യാൻ. എന്താ ചെയ്യുക, ഈ വെള്ളമടിച്ച് കൂത്ര കളിക്കുന്നവനെല്ലാം എന്താ ചെയ്യേണ്ടത്? ഇതിനൊന്നും പ്ലാറ്റ്ഫോമിൽ കയറ്റാൻ പാടില്ല. ടിക്കറ്റ് റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിൽ ഒരു കാരണവശാലും ആരെയും നിർത്താൻ പാടില്ല. അതുമാത്രമല്ല, വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ കൂത്ര കളി കളിക്കുന്നതെങ്കിൽ അവരെയും ഈ റെയിൽവേൻ്റെ അകത്ത് കയറ്റാൻ പാടില്ല. കാരണം ഇത് മറ്റുള്ള യാത്രക്കാർക്കും ഇത് ബുദ്ധിമുട്ടാണ്. അതുമാത്രമല്ല, ആ വെള്ളമടിച്ച് പൂസായി നടക്കുന്ന വ്യക്തിക്കും ഇത് ഡേഞ്ചറാണ്. കാരണം ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നടന്നു പോകുമ്പോൾ ആടി നടന്നു പോകുമ്പോൾ റെയിൽവേ ട്രാക്കിൽ വീണിട്ട് വലിയ അപകടം ഉണ്ടാകും. അപ്പം ഇത് വളരെ കർശനമായിട്ട് നിയന്ത്രിക്കേണ്ടതാണ്. കുറച്ചു കാലം മുന്നേ മലയാളികളാണ് ഇതുപോലെ വെള്ളം അടിച്ചിട്ട് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല, കുറഞ്ഞു. മലയാളികൾക്ക് ബോധം വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ കൂടുതലും ഹിന്ദിക്കാരാണ് ഇതൊക്കെ ഇങ്ങനെ അബോധാവസ്ഥയിൽ നിൽക്കുന്നത്. നാട്ടിലേക്ക് പോകുന്നതാണോ എന്നറിയില്ല. അടിച്ച് പൂസായിട്ട് അവിടെ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ അവരെല്ലാം കൈകാര്യം ചെയ്തിന്. എന്ന് വെച്ചാൽ പിടിച്ച് മാറ്റി സൈഡിലോട്ട് ആക്കി വെക്കാം. പക്ഷേ അതിനുള്ള ത്രാണിയില്ല ആ വ്യക്തിക്ക്. അവിടെ കിടന്ന് നല്ല ഉറക്കത്തിലാണ്. ജനങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടത്, ആരോടാ പറയേണ്ടത് എന്ന അവസ്ഥയിൽ. എന്തൊരവസ്ഥയാണ്! സ്ത്രീകൾക്കും കുട്ടികൾക്കും മറ്റ് ആൾക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാകുന്ന തരത്തിലാണ് ഇവരുടെ പെരുമാറ്റം. അതായത് വെള്ളമടിച്ച് അബോധാവസ്ഥയിലാണ് നിൽക്കുന്നത്. അവിടുന്ന് എന്തെങ്കിലും ആരുടെയെങ്കിലും പെരടിക്ക് കയറുവോ ഇല്ലേ മറ്റുള്ള സ്ത്രീകളെ അപമാനിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? കാണുന്നല്ലേ ഓരോ ദിവസവും പത്രവാർത്തകളിൽ അല്ലേ, ട്രെയിനിൽ നിന്ന് മദ്യപിച്ച് ലഹരികെട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ദിനംപ്രതി കേൾക്കാറുണ്ട്. ഇതെല്ലാം അതിന് അവസരമൊരുക്കുകയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കയറുന്നുണ്ടെങ്കിൽ ടിക്കറ്റോ പാസോ ഇല്ലാതെ കയറ്റാൻ പാടില്ല. അതുപോലെ തന്നെ കർശനമാക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കയറാൻ പോകാം. അതുമാത്രമല്ല, വെള്ളം അടിച്ച് ഇതേപോലെ ബോധമില്ലാതെ നിൽക്കുന്നവരാണെങ്കിൽ ഒരു കാരണവശാലും ആ മനുഷ്യനെ യാത്ര ചെയ്യാൻ അനുവദിക്കരുത്, പ്ലാറ്റ്ഫോമിൽ കയറാൻ അനുവദിക്കരുത്. അങ്ങനെയുള്ള നിയമവും കാര്യങ്ങളൊക്കെ വേണം. ഇത് വളരെ ബുദ്ധിമുട്ടും വേദനാജനകവുമായ കാര്യമാണ്. എന്താ ചെയ്യുക, ആരോടാ പറയേണ്ടത്? റെയിൽവേ പോലീസിനും എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അയാളെ പിടിച്ച് പുറത്താക്കുക. അതിൻ്റെ ബോധം വന്നിട്ടാകുമ്പോൾ യാത്ര ചെയ്യാൻ അനുവദിക്കുക. അത്രയേ ഉള്ളൂ. കഴിച്ചത് ഓവറായിപ്പോയി. ഇത് കഴിക്കുന്നത് മറ്റുള്ള പല കാരണങ്ങളാണ്, വ്യക്തിപരമായ കാരണങ്ങൾ. അത് നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. എന്നിരുന്നാലും ഇതേപോലുള്ള യാത്രകളിലെല്ലാം ഇങ്ങനെ ബോധത്തോടുകൂടി മദ്യം കഴിച്ച് യാത്ര ചെയ്യുന്നത് ആ ശിക്ഷ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അയാൾ റെയിൽവേ പ്ലാറ്റ്ഫോമിന് പുറത്ത് നിന്നോട്ടെ. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിലെല്ലാം മറ്റുള്ള യാത്രക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ട് പ്രയാസവും അനുഭവപ്പെടുന്നുണ്ട്. അയാളിതാ ഇങ്ങനെ മലന്ന് കിടന്നിട്ട് ഇടയ്ക്ക് തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ കാഴ്ച നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ടോ, അവിടെയെല്ലാം യാത്രക്കാരെല്ലാം നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വണ്ടി വന്നിട്ടുണ്ട്, ആ വണ്ടിയിൽ യാത്രക്കാർ വരുന്നത്. പിന്നെ അതുമാത്രമല്ല, മറ്റുള്ളവർ കണ്ടാൽ എത്ര ലജ്ജാവഹമാണ് കാര്യങ്ങൾ. ഇതെല്ലാം മനസ്സിലാക്കുന്നില്ല. അയാൾ എല്ലാം തിരിഞ്ഞ് കിടന്ന്, കുമ്പിട്ട് കിടന്ന്, മലന്ന് കിടന്ന്, ചെരിഞ്ഞ് കിടന്ന് എന്തൊക്കെയാണ് പറയേണ്ടത്? അപമാനം. വളരെ വേദനാജനകമായ കാര്യമാണ് കേട്ടോ. അത് നിങ്ങൾ ദൃശ്യങ്ങൾ മുഴുവനായിട്ടും കാണണം, ഷെയർ ചെയ്യുക മറ്റുള്ളവരിൽ. ഇതുപോലെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കണം. കാരണം സ്ത്രീകളും കുട്ടികളും അടക്കുന്നവരെല്ലാം യാത്ര ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും മോഷ്ടിച്ചാലോ അല്ലെങ്കിൽ അതിക്രമങ്ങൾ നടത്തിയാലോ ആര് ഉത്തരം പറയും, ആര് സമാധാനം പറയും? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എണീക്കുന്നുണ്ട്, അയാൾ എണീക്കാൻ ശ്രമിക്കുന്നുണ്ട്. എവിടേക്ക് പോകാനാണ് ആ മോയന്തക്ക്? എവിടെയാണ് പോകേണ്ടത്? പിന്നെ പറയണ്ടേ? ഇതല്ല പറയേണ്ടത്, ഇതൊക്കെ മേലെ പറയേണ്ടത്.
നാട്ടിലേക്ക് പോകാനാന്ന് തോന്നുന്നു. അവിടെ ആ തൂണിൻ്റെ സൈഡിലൊരു ചാക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ചാക്ക് അയാളെ ഞാൻ തോന്നും. നോക്കാം നമുക്ക് അയാൾ എടുക്കുമെന്ന്. ഇതാ ഒരു വണ്ടി വന്നിട്ടുണ്ട്. ആ വണ്ടി പോകുന്നതാണ് കേട്ടോ. ആൾക്കാർ അതിൻ്റെ അടുത്ത് റെയിൽവേ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ ട്രെയിനിൽ പോയി കടന്നു പോയി. അപ്പോൾ ഇദ്ദേഹം റെയിൽവേ പോലീസ് കുറച്ചങ്ങോട്ട് മാറി എന്ന് കാണുന്നുണ്ട് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ എണീക്കുന്നത്. കണ്ട നിങ്ങൾ നോക്ക്. എന്താ അതിവിദഗ്ധമായിട്ട് അയാൾ എണീക്കുന്നുണ്ട്. നോക്കാമല്ലോ നമുക്ക് ആ ദൃശ്യങ്ങൾ. അടുത്തിരിക്കുന്നുണ്ട് ആൾക്കാർ, അതെല്ലാം കാഴ്ചക്കാർ. എന്താ ചെയ്യുക, ഒന്നും ചെയ്യാനില്ല. നമ്മൾ സുരക്ഷിതരായിരിക്കുക, അത്രയേ ഉള്ളൂ. കണ്ടാ എണീക്കാൻ വരെ കഴിയുന്നില്ല. ആ ദൃശ്യങ്ങൾ കണ്ടാൽ തോന്നും അയ്യോ പാവെന്ന് തോന്നിപ്പോവും. ഫസ്റ്റ് വന്നവർ കണ്ടവരാണെങ്കിൽ അയ്യോ പാവം, കാലിന് വയ്യാൻ തോന്നും, നടക്കാൻ കഴിയുന്നില്ല, അങ്ങനെയായിരിക്കും വിചാരിക്കുക. പക്ഷെ അല്ല, ഇത് അധിക പ്രസംഗമാണ്. കാരണം വെള്ളം അടിച്ച കൂതറയായിട്ട് മറ്റുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി ഇതാണ്. നടന്നു നോക്ക്. ഭരതനാട്യം, കുച്ചിപ്പുടി, ബ്രേക്ക് ഡാൻസ് എല്ലാം കളിക്കുന്നുണ്ട്. കണ്ട തോമാക്കി. എനിക്ക് പറയുമ്പോൾ ഈ വോയിസ് കേൾക്കുമ്പോൾ ചിരിയാൻ വരുന്നത്. അതാ ഇപ്പോൾ അടുത്ത അവിടെ കടന്ന് അങ്ങനെ ഇതാ അടുത്ത പന്തിയിലേക്ക് അയാൾ കടന്നിട്ടാണുള്ളത്. നല്ല ഉറക്കം. നോക്കാം ഇനി അടുത്ത എന്താ ചെയ്യാന്ന്. 2 ദിവസം മുന്നേ ഒരു വാർത്ത കണ്ടു. പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നതിന് ടിക്കറ്റ് പാസും ഇല്ലാതെ അനാവശ്യമായിട്ട് കറങ്ങാൻ പാടില്ല. ടിക്കറ്റോ പാസോ റിസർവേഷനോ ഉണ്ടെങ്കിൽ മാത്രമേ ആ സമയമാകുമ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് കയറ്റുള്ളൂ. അത് നല്ലൊരു കാര്യമാണ്. അത് ചെയ്തേ പറ്റൂ. ടിക്കറ്റോ പാസോ ഇല്ലാതെ ആരും തന്നെ അകത്ത് കയറി. കൂടാതെ ഇതേപോലെ മദ്യപിച്ച് ലക്ക് കെട്ട് അവശനിലയിലായ ആൾക്കാരെ പോലും ടിക്കറ്റോ റിസർവേഷനോ ഉണ്ടെങ്കിൽ പോലും കയറ്റാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശരിയല്ലേ? അല്ലെങ്കിൽ ഇതേപോലെ കാണേണ്ടി വരും. മറ്റുള്ളവർക്ക് ദ്രോഹവും ആ വ്യക്തിക്കും വളരെ ബുദ്ധിമുട്ടാണ്. അഥവാ വണ്ടി പോകുമ്പോൾ ഈ ട്രാക്കിലേക്കൂടി ഈ പ്ലാറ്റ്ഫോമിലേക്കൂടി നടക്കുമ്പോൾ തെന്നി വീണിട്ടുണ്ടെങ്കിൽ അതും വലിയൊരു അപകടം വരും. അപ്പോൾ എന്ത് വേണം, മലന്ന് കിടന്നിട്ടുണ്ട്. അവിടുന്ന് എണീക്കുമെന്ന്. ആവേശത്തോടു കൂടി ആ വ്യക്തി എണീക്കുമെന്ന്. ഇനി എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം. എണീച്ചു നടക്കുന്നുണ്ട്. അവിടെ തിരിഞ്ഞു പോകുന്നുണ്ട്. അവിടെ മറ്റുള്ള യാത്രക്കാരോട് ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഞാൻ നിന്നിട്ടുണ്ട്. നല്ല ആൾ സ്മാർട്ടായി കേട്ടോ. ആദ്യത്തെ പോലെയല്ല. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ആരെടുത്തുനിന്നോ 2 കിട്ടിയെന്നാണ് തോന്നുന്നത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ബോധം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ട നല്ല 2 കാലും വല്ല സ്റ്റഡിയായിട്ട് നിന്നിട്ടുണ്ട്. ആ നിപ്പ് കണ്ടല്ലോ അറിയാം ലൂസിഫറിൻ്റെ നിത്താന്ന്. മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ മലയാളീസോടാണ് സംസാരിക്കുന്നുണ്ട്. അവർ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ വെള്ളമടിച്ചിട്ട് വരേണ്ട ആവശ്യമുണ്ടോ, നേരെ വന്നിട്ട് യാത്ര ചെയ്താൽ പോരെ എന്നല്ലേ പറയുന്നുണ്ടാവും. അപകടമല്ലേ, നിങ്ങളിങ്ങനെ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം ബുദ്ധിമുട്ടല്ലേ എന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടാവും. എന്നിരുന്നാലും മദ്യപിച്ച ആൾക്കാരോട് എന്ത് പറഞ്ഞാലും, അല്ലെ അതിന് അടിമയായ ആൾക്കാരോട് എന്ത് പറഞ്ഞാലും അത് വിലപ്പോയില്ല. അനുഭവം കൊണ്ടേ പഠിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അയാളെ ചാക്ക് കേട്ടാന്ന് കേട്ടോ. ആ ചാക്കിൽ എന്താണെന്ന് പോലും അയാൾക്ക് തന്നെ അറിയില്ല. അയാളതാണോ എന്ന് തന്നെ അയാൾക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല. കാരണം ബോധമില്ലല്ലോ. അപ്പോൾ അയാളിങ്ങനെ ആ ചാക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചാക്കെടുത്തിട്ട് പോകുന്നുണ്ട്. ആ പോകുന്നതന്നെ കാറ്റിനിങ് പോകുന്ന പോലെ വന്ന് ഇങ്ങനെ ചാഞ്ചാടി വായോ. വീണ്ടും അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ചാക്കം കെട്ട് അവിടെ വെച്ച് വീണ്ടും എടുത്ത് അതാ ഓടുന്ന ചാടുന്ന വീഴാൻ പോകുന്ന ചാക്കും കൊണ്ട് ലഗാനും ഇല്ലാതെ ഇങ്ങനെ പായുന്ന ഈ കളികളെല്ലാം കാണുമ്പോൾ നമുക്ക് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് തോന്നിപ്പോവും. എന്തൊരവസ്ഥയാണല്ലേ. ഇതൊന്നും ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. നിങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ കമൻറ്റും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തൂ. ഇത് ഷെയർ ചെയ്യണം കേട്ടോ. ഇത് ഷെയർ ചെയ്യണം. അങ്ങനെ എൻ്റെ വണ്ടി അവിടെ നിന്ന് പുറപ്പെടുന്നു. ആ പുറപ്പെടുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ എന്തോ ആയിക്കോട്ടെ. ഇപ്പോൾ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.